വയനാട്ടിലെ കാര്യത്തിലേക്ക് വന്നാൽ വയനാട്ടിൽ ഇന്നലെ രാവിലെ മുതലുള്ള മഴയ്ക്ക് ഇപ്പോൾ ശമനമായിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. രാത്രി കാര്യമായി എവിടെയും മഴ പെയ്യാത്തത് ആശ്വാസമായിട്ടുണ്ട്. ചൂരൽമലയിൽ ഇന്നലെ എ ഡി എമ്മുമായി നാട്ടുകാർ നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും ആശങ്കകൾ അവർക്ക് നിലനിൽക്കുകയാണ്. അർജുൻ പി എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് അറിയാം, കഴിഞ്ഞ ഒരു വർഷമായി ഈ ചൂരൽമല അവിടെ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം എന്ത് നടപടികൾ എടുത്തു എന്ന് ചോദിച്ചാൽ നടപടികൾ ഒന്നും എടുത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മഴക്കാലത്ത് വീണ്ടും ഒരു മഴ വരികയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുന്നപ്പുഴയുടെ ഇരുകരകളിലും ഈ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളടക്കം മാറ്റിയിട്ടിരുന്നതെല്ലാം വീണ്ടും ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയി എന്നുള്ളതാണ്, ഈ പുഴയിലേക്ക് തന്നെ വീണ്ടും പോയി എന്നുള്ളതൊക്കെയും കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ അവിടെ നിന്ന് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷവും ഇന്നലത്തെ സംഭവത്തിന് ശേഷവും മഴ ഇങ്ങനെ ശക്തമായി നിന്ന ഘട്ടത്തിലുമൊക്കെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? ഗുഡ് മോർണിംഗ് വീണ. കഴിഞ്ഞ ദിവസത്തേക്കാൾ മഴ ഒരു ശമനമുണ്ട് ഈ വയനാട്ടിൽ. ഇന്ന് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ചൂരൽമലയിലും മഴയ്ക്ക് ഒരു ശമനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുഴ നമുക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസത്തേക്കാൾ കലക്ക് ഇപ്പോൾ പുഴയ്ക്ക് കുറവുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ ഇപ്പോൾ ഈ മലയിലും പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഈ സംരക്ഷണ ഭിത്തിയുടെ കാര്യം, ഈ സംരക്ഷണ ഭിത്തി നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. ഈ സംരക്ഷണ ഭിത്തി, അതായത് ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിയിട്ടുള്ള മണ്ണ്, അതായത് പുഴയുടെ നടുക്ക് നിന്നും മണ്ണ് മാറ്റിക്കൊണ്ട് ഒരു ഭിത്തി പോലെ പുഴയുടെ ഇരു സൈഡിലും വെക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാതെയുമാണ് ഈ മണ്ണ് അതേപടി കോരി അവിടെ വെച്ചിരുന്നത്. ആ ഒരു സമയത്താണ് ഇന്നലെ ശക്തമായ മഴ പെയ്തത്. ആ മഴ പെയ്തപ്പോൾ തന്നെ പുഴ കവിഞ്ഞൊഴുകുകയും പിന്നീട് ശക്തമായി ഈ വെള്ളം ഈ ചൂരൽമലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. അതേ തുടർന്ന് ഈ ഭിത്തി, ഈ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള മണ്ണും കല്ലുകളും അവശിഷ്ടങ്ങളും എല്ലാം വീണ്ടും ആ പുഴയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് വലിയ രീതിയിൽ ഇവിടെ ആ പുഴയുടെ ഗതിമാറ്റത്തിന് കാരണമായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് ആ പുഴയുടെ ഈ ഒഴുക്കിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തിനാൽ തന്നെയും ഇപ്പോൾ ചെറിയ മഴ ഇപ്പോൾ പൊടിയുന്നുണ്ട്, ഈ ചൂരൽമലയിൽ പൊടിയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ ഉയർന്നു വന്നിരുന്നു. അതായത് ഇവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ്. കൃത്യമായ ധനസഹായം ഇതുവരെയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. 300 രൂപ വെച്ച് കിട്ടേണ്ട ധനസഹായം ഇതുവരെയും പലർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരുടെ പരാതി എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ടൗൺഷിപ്പ് പദ്ധതി ഒരു വർഷമായി, പക്ഷേ ഇതുവരെയും പകുതി പോലും ആയിട്ടില്ല ടൗൺഷിപ്പ് പദ്ധതിയുടെ പൂർത്തീകരണം എന്നുള്ളതാണ് ഏറെ വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത്. കാരണം ഒരു വർഷത്തോളമായി ഇവർ വാടക വീടുകളിലും അതുപോലെ തന്നെ മറ്റ് ബന്ധു വീടുകളിലും താമസിക്കുന്നു. പക്ഷേ ഇനി അത്തരത്തിൽ താമസിക്കാൻ കഴിയില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ഇവിടെ കൃത്യമായി, അതായത് സോണുകളൊക്കെ തിരിച്ചിരുന്നു. മാത്രമല്ല സംരക്ഷിത സോണുകളൊക്കെ തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കുറ്റിയടിച്ച സ്ഥലത്ത് ഇടങ്ങളെന്ന് രേഖപ്പെടുത്തിയ സ്ഥലത്തിന് അപ്പുറത്തു കൂടിയാണ് ഇപ്പോൾ മഴവെള്ളം ഒഴുകിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സ്ഥിരമായ ആളുകൾ താമസിക്കാൻ ഈ ഇത്തരത്തിൽ അട്ടമല ഭാഗത്തൊക്കെ ആളുകൾ ഇപ്പോഴും തേയില നുള്ളാനൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ പുഴ ഇങ്ങനെ മഴ ഒഴുകി വരുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളം പൊങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവർ അക്കരയ്ക്ക് പോയി കഴിഞ്ഞ് പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഫയർഫോഴ്സ്, പോലീസ് അടക്കം വേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള സ്ഥലം, അതായത് ഗോസോൺ ഏരിയക്ക് ഇപ്പുറത്തുള്ള സ്ഥലം, അതായത് സംരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കടക്കം വെള്ളം ഒഴുകിപ്പോയത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. ഇവിടെ കുറച്ച് നാട്ടുകാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്ന് എങ്ങനെയുണ്ട് മഴ? ഇന്ന് വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം കുറവുണ്ടോ? ഇപ്പോൾ വന്നോളൂ. നമുക്ക് മറ്റുള്ള ചേട്ടന്മാരോട് ചോദിക്കാം. ഇവിടെ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെയിലി പാലത്തിന്റെ സംരക്ഷണം. അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ, ഈ മഴയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനൊരു നേരിയ ശമനം കൂടി വന്നിട്ടുണ്ട്. മഴയും ചെറുതായി ഒന്ന് മാറി നിൽക്കുന്ന ഇത് ആശ്വാസമാവുകയാണ്. അതേസമയം മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്ന ഘട്ടം കൂടിയുണ്ട്. ഇപ്പോഴും
അർജുൻ സൂചിപ്പിച്ചതുപോലെ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളൊക്കെ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട്. അതാണ് ഒരു ആശങ്കയാകുന്നത്. പെട്ടെന്നൊരു മാറ്റം കാലാവസ്ഥയ്ക്ക് സംഭവിച്ചാൽ അവരെ എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. കാരണം ഇവിടെയൊക്കെ ഇത്രയും പ്രശ്നമുള്ള ഇടമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും വേണ്ട ആ, നിയന്ത്രണങ്ങൾ ഒരുക്കാനോ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനോ ഒന്നും ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പേറി നിൽക്കുകയാണ് ആ സ്ഥലം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആശങ്ക കൂടുന്നത്. കാരണം ഇന്നലെ നമ്മളൊന്ന് മറന്നു നിൽക്കുന്ന സമയമായിരുന്നു ഇന്നലെ വീണ്ടും ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. അർജുൻ തുടരുന്നുണ്ട്. അർജുൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളൊക്കെ പോകുന്നുണ്ട് എന്നുള്ള. അവരപ്പുറത്ത് പണിക്ക് പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് ഈ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇന്നലെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നു. അവർ മറ്റെന്തെങ്കിലും നടപടികളെടുത്ത് അവരവിടെ തുടരുന്നുണ്ടോ? തീർച്ചയായും വീണ, ഇന്ന് അവർക്ക് കൃത്യമായി അപ്പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പണി ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞത് ഇതാണ്: തങ്ങൾക്ക് പണിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ തങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതടക്കം. ഒഴുക്ക് കുറവുണ്ടോ പുഴയ്ക്ക്? ഒഴുക്ക് കുറവുണ്ടോ? എന്നാൽ ആളുകളൊക്കെ പണിക്ക് പോയോ? അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്, അക്കരയ്ക്ക് പോയിട്ടുണ്ട് ആളുകൾ. അവിടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ പോയില്ല. അവിടെ പ്രത്യേകിച്ച് മഴയുടെ തീവ്രത കുറയുന്നതനുസരിച്ചിട്ട് അവിടെ പോയി. ഈ സംരക്ഷണ ഭിത്തിക്ക് ഒരു വിള്ളലുണ്ടല്ലോ, ഈ ഭിത്തിന് സൈഡ് പ്രൊട്ടക്ഷൻ എന്താ പറയുക, നമ്മൾ താൽക്കാലികമായ വേലിപ്പാലാന്നല്ല, അപ്പം അതിൻ്റെതായ ഒരു പോരായ്മ സംഭവിച്ചു. കാരണം എന്നാൽ ഈ വെള്ളം നല്ല കുട്ടാണ്. പിന്നെ ഇപ്പം പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട പണിയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അതെ അല്ലേ? കൃത്യമായി നമ്മളോടിപ്പോൾ സംസാരിച്ചത് ഇവിടെ ഈ പണിക്ക് വന്നവരാണ്. അതായത് ഈ വേലിപ്പാലത്തിൻ്റെ നാളുകളുടെ സംരക്ഷണ ഭിത്തി ഒരു അർജുൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ വന്നു പോയാൽ അത് വലിയ വിഷമമാവുകയും ചെയ്യും. ഇന്നലെ മലവെള്ളപ്പാച്ചിലായിരുന്നു എന്നൊക്കെ വ്യക്തമായതിനു ശേഷമാണ് ശ്വാസം നേരെ വീണത്. അതിനു മുമ്പ് ഈ ഉരുൾപൊട്ടലാണോ എന്നുള്ള സംശയമൊക്കെ പെട്ടെന്ന് വന്നു. അവിടെ നിന്ന് ഈ പണിക്ക് പോയ തോട്ടത്തൊഴിലാളികളൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ആ ഭാഗത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു ടെൻഷനാണ്. ഏതായാലും നിലവിൽ വലിയ മഴയില്ലാത്തതാണ് ഒരു ആശ്വാസം. എങ്കിലും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അത് എല്ലാ ജില്ലക്കാരും